ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും KC വേണുഗോപാൽ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി വിക്ടർ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. 41 ദിവസം വ്രതമെടുത്തിട്ട് അയ്യപ്പ ഭക്തന്മാർ കഠിനമായിട്ടുള്ള മല ചവിട്ടിയിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത് സർ. അവിടെ എത്തുമ്പോൾ 30 സെക്കൻഡ് അയ്യപ്പ വിഗ്രഹത്തെ കാണുന്നതിന് വേണ്ടി അതിന് സായുജ്യം അടയുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ ചെല്ലുന്നത് സർ. അവിടെയാണ് സർ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ധ്വജവും അതുപോലെ തന്നെ പെട്ടളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത് സർ. ഇത് വൻ കൊള്ളയാണ് സർ. കൊള്ള മാത്രമല്ല സർ, ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് സർ. ഇപ്പോഴും പല പ്രതികളും മറക്ക് പുറത്താണ് സർ. ഇപ്പോഴും പല പ്രതികളും ഇനിയും പ്രത്യക്ഷപ്പെടാനുണ്ട് സർ. സംസ്ഥാന സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുള്ള പ്രതീതിയുണ്ട്. ഹൈക്കോടതി അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ വിവരം നടക്കുന്നത്. ഞങ്ങൾ ഹൈക്കോടതിയെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ഹൈക്കോടതി നിയമിച്ച SITയെ നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ, കോർട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഈ സ്വർണം തിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം സർ. വിശ്വാസത്തെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം സർ. യെസ്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇപ്പോൾ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ അദ്ദേഹമാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. വിക്ടർ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. വിക്ടർ, എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? ബിനു, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചർച്ച വരുന്നത്. ഇന്ന് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, ഈ രണ്ടുപേരാണ് ഈ വിഷയം ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത്. ഇതിൽ KC വേണുഗോപാൽ പറഞ്ഞത് ഈ കൊള്ള അല്ലെങ്കിൽ ഈ സ്വർണം പുറത്തു കൊണ്ടുപോയി, പക്ഷേ ഇതിൽ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയെങ്കിലും ആൾക്കാരുള്ളത്. പക്ഷേ നമുക്ക് തന്നെ അറിയാം, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം, ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോഴും മറയ്ക്കപ്പുറത്താണ്. എന്ന് വെച്ചാൽ നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഉന്നതർ ഇനിയും കുടുങ്ങാനുണ്ടാകും, ഉന്നതരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അത് തന്നെയാണ് ഇന്ന് KC വേണുഗോപാലും പാർലമെൻറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്, നമ്മൾ മാത്രമാണ് അത് ആ കാര്യം ആ രീതിയിൽ ചർച്ച ചെയ്തു. അതായത് പ്രത്യേക അന്വേഷണ സംഘം, അതായത് അന്വേഷണം 1 മാസം കൂടി നീട്ടി നൽകിയിട്ടും ഇത് കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റ് നടക്കാതിരിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലെ കൃത്യമായിട്ടൊരു സമ്മർദ്ദം ഉണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത്. നമുക്കറിയാലോ, SIT എന്ന് പറഞ്ഞാലും അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമ്മർദ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട്, അതായത് കേരളത്തിന് പുറത്തുള്ള CBI പോലുള്ള സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഈ വിഷയം അന്വേഷിച്ച് അത് പുറത്തു പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വർണം വീണ്ടെടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് KC വേണുഗോപാൽ MP ഇപ്പോൾ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെൻറ്റ് രേഖയായിട്ട് അത് മാറുകയും ചെയ്തു. ഹൈബി വ്യക്തമാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇത് CPM BJP ബന്ധത്തിൻ്റെ പുറത്ത് നടന്നതാണെന്നാണ് ഹൈബി ഈഡൻ MP ലോക്സഭയിൽ പറഞ്ഞത്. അതിനൊരു കാരണം കൂടിയുണ്ട് അദ്ദേഹം പറയാൻ. കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ നടന്നിട്ടും നമുക്കിതുവരെയും കാണാൻ പറ്റിയിട്ടില്ല BJPയുടെ ഭാഗത്തുനിന്ന്. അവർ സാധാരണ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഹൈന്ദവർ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രം ഞങ്ങളുടെ പുണ്യഭൂമിയാണെന്നൊക്കെ ഇതിനു മുമ്പൊക്കെ പറഞ്ഞു നടന്നെങ്കിലും അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയിട്ട് കൃത്യമായിട്ട് ഒരു പ്രതിഷേധം നടത്താൻ BJP ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ CPM BJP ബന്ധമാണ് എന്നുള്ള ആരോപണമാണ് ഹൈബി ഈഡൻ ലോക്സഭയിൽ ഉയർത്തിയത്. എന്തായാലും ഇത് രണ്ടും ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ രേഖയിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ്. ഇത് പാർലമെൻറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ചർച്ചയാവുകയാണ്. ആ ചർച്ചയാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. കാരണം രാജ്യത്ത്
വേറെ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇത്രയധികം സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് ഇന്നേ വരെ കേട്ടിട്ടില്ല. മാത്രമല്ല, സ്വർണം കട്ടതിൽ ഒരു മുൻ MLA അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 2 പ്രമുഖ നേതാക്കൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒന്നുകിൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസിക്കണം, ഹൈക്കോടതിയുടെ കീഴിലുള്ള ഈ SITക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ സമ്മർദ്ദം ഇവരുടെ മേൽ ഉണ്ട് കൂടുതൽ അറസ്റ്റിലേക്ക് പോകാതിരിക്കാൻ. അല്ലെങ്കിൽ ജയശ്രീനെ ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, 4ാം പ്രതിയാണ്. 6ാം പ്രതിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർ 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. ഈ 2025 സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത് പ്രശാന്താണ്. VN വാസവൻ ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി. ഇവരിലേക്കൊന്നും അന്വേഷണം എത്താതിരിക്കാനുള്ള എല്ലാ നടപടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെന്നാണ് 2 MPമാരും ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്. ബിനു, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള ലോക്സഭയിൽ വരുന്ന ഒരു ചരിത്ര രേഖകളിൽ ഇടം പിടിക്കുന്നു. ഈ CPM BJP ധാരണ എന്നതടക്കം പറയുന്നു. പ്രതികളെ CPM സംരക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം അറസ്റ്റുകൾ ഉണ്ടാകില്ലായിരുന്നു. ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ മോഷ്ടിച്ച് കടത്തി എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അവർ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് കാണാൻ കഴിഞ്ഞത്. കാരണം ഇത്രയധികം ഒരു കൊള്ള കേരളം എന്ന സംസ്ഥാനത്ത് നടന്നോ എന്ന രീതിയിലാണ് ഇവർ അതിനെ കണ്ടത്, പ്രത്യേകിച്ച് ഇത് ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ. തീർച്ചയായിട്ടും. അതായത് നമുക്ക് അറിയാം, 30 സെക്കൻഡ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മണിക്കൂറോളം ക്യൂ നിന്ന് അല്ലെങ്കിൽ കിലോമീറ്ററോളം താണ്ടി അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളിയാണ് അടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെമ്പ് കൊണ്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമേൽ മോശപ്പെട്ട ഒരവസ്ഥയാണ് ഇത്. ആലോചിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയല്ല, വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഉത്തരേന്ത്യക്കാർ. അവരിത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ MPമാരുടെ മുമ്പിലാണ് കേരളത്തിൻ്റെ ഈ ദുരവസ്ഥ. നമുക്കറിയാലോ, CPM സംരക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പത്മകുമാറിൽ നിന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത ഇതുവരെയായിട്ടും ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അവരുടെ അല്ലെങ്കിൽ CPMൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രമാണല്ലോ അവർ പറയുന്നത്. ഇത് അറസ്റ്റ് പോലും ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ കിടന്ന് കോലാഹലം ഉണ്ടാക്കുന്നുണ്ട് മറ്റു പല കേസുകളിലും. പക്ഷേ ഇതിപ്പം ജയിലിലായിട്ട് എത്ര ദിവസമായി? 2 തവണ കോടതി ജാമ്യം നിഷേധിച്ചില്ലേ? അപ്പോൾ ഒരു കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ മാത്രമല്ല, പത്മകുമാർ 2 കേസിലും പ്രതിയാണ്. അപ്പോൾ അത്രമേൽ സ്വാധീനമുള്ള ഒരു വ്യക്തി, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് അവസാനം 7 പേരിൽ അറസ്റ്റിലേക്ക് എത്തി. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആ സെക്രട്ടറി ഒപ്പിടാതെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു തിരുവാഭരണം പുറത്തേക്ക് പോവില്ല. ആ ജയശ്രീ ഇപ്പോഴും പുറത്ത് വെറുതെ കറങ്ങി കിടക്കുകയാണ്, അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 5-6 ദിവസമായി. ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനെ കാര്യമായി ബാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനെ പേടിച്ച് മാത്രം ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ പേടിച്ച് മാത്രമാണ് പറഞ്ഞത്. KC വേണുഗോപാൽ സംസാരിച്ചത് മലയാളത്തിലാണെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് അവരുടെക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അത് കേൾക്കാൻ സാധിക്കും, സ്വാഭാവികം. അപ്പോൾ അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് BJPക്ക് തന്നെയാണ്. അപ്പോൾ അവർ ഈ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളൊക്കെ എല്ലാവരും ആരാധനകൾ കാണുമ്പോൾ ഇത്തരത്തിൽ ശബരിമലയിൽ നിന്ന് ഇത്രയധികം സ്വർണം കട്ടുകൊണ്ട് പോയി എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ദുരവസ്ഥ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള അവരുടെ ഒരു മതിപ്പ്, നമ്മളെപ്പോഴും അവരെയാണ് കളിയാക്കുന്നത്. ഇപ്പോൾ നേരെ തിരിച്ചാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ലോക്സഭയിൽ ഇത് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. CBI അടക്കമുള്ള സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണം നഷ്ടപ്പെട്ടു പോയ സ്വർണം. നമുക്കറിയാലോ ബിനു, നേരത്തെ രമേശ് ചെന്നിത്തല ഈ സ്വർണം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിന്നും അതിൻ്റെ സ്വർണത്തിൻ്റെ തൂക്കം നോക്കിയിട്ടല്ല, അതിൻ്റെ പ്രാധാന്യം വിലയിരുത്തിയിട്ടാണ്
കോടികളുടെ കച്ചവടം നടന്നതെന്നും അതിൻ്റെ തെളിവ് തരാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മൊഴി കൊടുക്കാൻ വേണ്ടി വന്ന ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങും. ഇന്നും കൂടെ തെരഞ്ഞെടുപ്പുണ്ട്, അപ്പം എടുത്തു കഴിഞ്ഞാൽ കൊടുങ്ങും. അപ്പോൾ എല്ലാ തരത്തിലും ഈ സ്വർണ്ണക്കൊള്ള, രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള, ഈ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ള ആയിട്ടുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, അതിലെ പ്രതികളെ സംരക്ഷിച്ച് ഒപ്പം നിർത്തി അവർക്ക് വേണ്ട കവചം ഒരുക്കുന്ന കാഴ്ചയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കോൺഗ്രസ് എം പിമാർ ലോക്സഭയിൽ നടത്തിയത്. ബിനു, അതായത് വിക്ടർ ഈ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഒരു മെല്ലപ്പോക്ക് വന്നിരിക്കുന്നു. കാരണം ഈ വാസുവിലും പത്മകുമാറിലും എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും SIT സംഘത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയും കൂടി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നിപ്പോൾ പാർലമെൻറ്റിലടക്കം ഇത് ചർച്ചയായ സ്ഥിതിക്ക് ഇനി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ശേഷമെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്താനുള്ള സാധ്യതയല്ലേ കാണുന്നത്? ഇല്ല, ഇനിയിപ്പോൾ വോട്ടെണ്ണുന്ന നിർബന്ധമൊന്നുമില്ല. നാളെ മുതൽ ഇത് ആരംഭിക്കാം. വീണ്ടും പഴയ പോലെ തന്നെ വേഗത്തിൽ കാര്യത്തിന് തീരുമാനമാവും. കാരണം ജനുവരി മാസം വരെയേ ഉള്ളൂ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കാലാവധി. കാരണം ഹൈക്കോടതി എന്തുകൊണ്ട് അത്രയും കാലാവധി നീട്ടിക്കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഉന്നതർ ഇനിയുമുണ്ട്, എന്തേ അവരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് ഹൈക്കോടതി എത്തിയെങ്കിൽ ഇതിൻ്റെ മേൽ കൃത്യമായിട്ടുള്ള സമ്മർദ്ദമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ബൈറ്റ് കഴിഞ്ഞ ദിവസം എടുത്തേനെ. അദ്ദേഹം ഇവിടെ റെഡിയായിട്ട് വന്നതാണല്ലോ. ബുധനാഴ്ച ഇത് മൊഴി എടുക്കാമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചതനുസരിച്ച് ഒരു 2 പേര് വന്നിട്ട് ആ മൊഴി എടുത്തിട്ട് പോയി കൂടായിരുന്നു. അതാരും ചെയ്തില്ല. അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് പറയേണ്ടി വന്നില്ലേ, അവർ മൊഴിയെടുത്തില്ലേ, ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ആ വിവരങ്ങൾ പുറത്തുവിടുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ മാത്രമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവൻ പല തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി ഇറങ്ങി പോകുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സ്വന്തം വാഹനത്തിലല്ല, സംസ്ഥാന DGP പോലീസ് മേധാവിയുടെ വാഹനത്തിൽ കയറി പോകുന്നതെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിപ്പോർട്ട് ഹൈക്കോടതിയിലല്ലാതെ മറ്റാർക്കെങ്കിലും കൈമാറിയാൽ അതിന് തക്കതായ ശിക്ഷയുണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള റൂളിംഗ് എന്ന് പറഞ്ഞ് അതിനുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന്. എന്നിട്ടും മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേർന്ന്. വിക്ടർ തുടരുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ സ്വർണ്ണക്കൊള്ള ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ശ്രീ KC വേണുഗോപാൽ അവിടെ സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചു. കാരണം 30 സെക്കൻഡ് നേരമാണ് ഇത്രയധികം ക്യൂ നിന്ന് ഒരു ഭക്തന് അവിടെ നിന്ന് അയ്യനെ കാണാനുള്ള സമയം. അത്രയധികം പരിപാവനമായ ഈ ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നടക്കം വളരെ ഗൗരവമുള്ളൊരു വിഷയം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ MP. എങ്ങനെ കാണുന്നു ഇതിനെ? യഥാർത്ഥത്തിൽ കോടാനുകോടി രൂപയുടെ വസ്തുക്കളും സ്വത്തുക്കളും സ്വർണങ്ങളും ആഭരണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വങ്ങൾ. അതിന്റെ ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാനന ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് 2019 മുതൽ ഇങ്ങോട്ട് തുടർന്നു വന്നിട്ടും ഇതുവരെ ഗവൺമെന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനെയാ വിശ്വസിപ്പിക്കാൻ കഴിയുക? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനോട് അനുബന്ധമായ മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ച് ഒത്തിരി ആവലാതികളും പരാതികളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഏറെക്കുറെ തൃപ്തികരമായി അവര് അന്വേഷണം പോവുകയാണ്. പക്ഷേ ആ അന്വേഷണത്തിന് ഒരു പരിധിയുണ്ട്. അന്വേഷണത്തിന് അവർക്ക് മേളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അതുണ്ടാകണമെന്നൊരിക്കൽ സമഗ്രമായ അന്വേഷണം, അതാണ് ആവശ്യം. ഇന്ന് ശ്രീ KC വേണുഗോപാൽ പാർലമെന്റിൽ ഉന്നയിച്ചതുപോലെ തന്നെ അന്വേഷണം കൃത്യമായി നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ആ ഇടപെടലുണ്ട് എന്നൊരിക്കൽ മാത്രമേ എത്രയോ കാലമായി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വളരെ വിലപിടിപ്പുള്ള ഉരുപ്പടികളും അവിടെ സേഫായിരിക്കുന്നുണ്ടോ എന്ന് ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കത്തക്ക വിധത്തിലേക്ക് അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആവശ്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുന്നില്ല എന്നൊരിക്കൽ ഈ സ്വർണം മുഴുവൻ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ലാവണമായി പിന്നെയും നിൽക്കും. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തേക്ക്
അവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ച് നോക്കണം. കേരള ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്തതൊക്കെ അവരാണ്. ഉദ്യോഗസ്ഥന്മാർ ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ കൈപ്പിടിയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവരെ പോസ്റ്റ് ചെയ്തവരോ എന്ത് താല്പര്യത്തിന്റെ പേരിലാണ് അവരെ പോസ്റ്റ് ചെയ്തത്? അതിനെക്കുറിച്ച് കൂടി അന്വേഷണം വേണ്ടേ? അപ്പൊ അന്വേഷണം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ശ്രമത്തെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് അറിയത്തക്ക വിധത്തിൽ പുറത്തു കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള അതിശക്തമായ രൂപത്തിലുള്ള നടപടികളും ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ പാർലമെന്റിൽ ഉന്നയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന വ്യക്തിയാണ്. മറ്റൊരു കാര്യം, ഈ SIT ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന തരത്തിൽ ആരോപണം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഈ പത്മകുമാറിലെത്തി നിൽക്കുമ്പോൾ അന്വേഷണത്തിനൊരു മെല്ലെപ്പോക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനെ താങ്കൾ ഏത് തരത്തിൽ കാണുന്നു? അത് തന്നെയാണ് ഞാൻ ആദ്യത്തെ തന്നെ സൂചിപ്പിച്ചത്. ഈ അന്വേഷണത്തിന്റെ ഒരു വളർച്ച നമ്മൾ നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വന്നത് തളർന്നുപോയി, മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഉദ്യോഗസ്ഥന്മാരെ കോടതിയിൽ നിന്ന് നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പുകളിൽ അവർ വളരെ ഭംഗിയായി കൊണ്ടുപോയി. അതിനുശേഷം ആ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി എന്നുള്ള ഭാവേന കേരള പോലീസിനെയും കേരളത്തിലെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അതിനൊത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ തടസ്സം നീക്കണം എന്ന് വരികിൽ അതിന് പറ്റുന്ന ഏജൻസിയുടെ കയ്യിലേക്ക് ഇത് പോകണം. ആ ഏജൻസി മാത്രമല്ല, ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ കേരള പോലീസിന് കൂടി ചേർന്ന് അന്വേഷണം നടത്താം. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ഈ സമ്പാദ്യം മുഴുവൻ ശബരിമലയിൽ കൊടുത്തിട്ടുള്ള അന്യദേശക്കാരായിട്ടുള്ള ആളുകളുണ്ട്. 105 ദിവസത്തിനുള്ളിൽ ശബരിമലയിൽ വന്നെത്തുന്ന ഏതാണ്ട് 6 കോടിയോളം വരുന്ന ഭക്തജനങ്ങളുണ്ട്. അതെല്ലാം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസിന്റെയോ കീഴിൽ നിൽക്കുന്നത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാനനക്ഷേത്രം എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കേരള പോലീസിൽ നിന്ന് മറ്റെങ്കിലും എത്തിക്കുന്നതിനെ കുറിച്ച് നിഷ്പക്ഷമായി ആലോചിക്കുന്ന ആളുകൾ ചിന്തിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും വിക്ടർ ജോസഫിലേക്ക് പോവുകയാണ്. വിക്ടർ, ഇപ്പോൾ അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രി പോലും സൂചിപ്പിച്ചത് അത്തരത്തിലാണ്. കാരണം ഇത്തരത്തിൽ SIT സംഘത്തെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമം പോലും നടത്താൻ ഇവർ മടിക്കുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സുതാര്യവും ജനകീയവും അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതും അടക്കമുള്ളൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ളൊരു തടസ്സം കൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അത്തരത്തിൽ ഈ അന്വേഷണം വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ CPMൻ്റെ ഉന്നതരായിരിക്കും ഇതിൽ ആദ്യം കുടുങ്ങുക. അത് ഒരു സംശയവും വേണ്ട, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അത് 1 കടകംപള്ളി സുരേന്ദ്രൻ, 2 PS പ്രശാന്ത്, 3 VS വാസവൻ. ഈ 3 പേരിലേക്ക് എന്തായാലും ഈ അന്വേഷണം പോവും. പക്ഷേ ഇത് അവർ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്താൻ പറ്റുമോ? ശബരിമല പോലുള്ള അല്ല. അതിന് മുഖ്യമന്ത്രിക്കൊക്കെ കൃത്യമായിട്ടുള്ള അറിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തിയിട്ടും പത്മകുമാറിനൊക്കെ പൊതിഞ്ഞ് കെട്ടി ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്, സംരക്ഷണ കവചമൊരുക്കി. അപ്പോൾ നമ്മൾ പണ്ട് ബിനു തന്നെ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. പത്മകുമാർ പത്മവ്യൂഹത്തിൽ നിന്ന് ഒരു വ്യൂഹവും ഇല്ല. കാരണം ജയിൽ ഭരിക്കുന്നത് CPM, ആഭ്യന്തരം CPMൻ്റെ കയ്യിൽ, അവരുടെ നേതാക്കളകത്ത് കിടക്കുന്നു. അവർ വളരെ സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. പല പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും കോടതി അത് അനുവദിച്ചില്ല എന്നും കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ഇനിയിപ്പോൾ EDയുടെ അന്വേഷണം വരും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു സ്വതന്ത്ര അന്വേഷണം, ഞാനതാണ് CBIയുടെ പേര് പറഞ്ഞത്, ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. മാത്രമല്ല ഇത് വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ്. കാരണം അത്ര പരിപാവനമായി നമുക്കറിയാലോ, ഉണ്ണികൃഷ്ണൻ പോയിട്ട് 38 ദിവസം ഈ സ്വർണ്ണപ്പള്ളി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇത് എവിടെയായിരുന്നു എന്ന് ദേവസ്വം ബോർഡിന് പോലും അറിവില്ലായിരുന്നല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താ ചെയ്തത്? ഇതും കൊണ്ട് വച്ചിട്ട് പണക്കാരായ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് വെക്കുന്നു, അവിടെ ഒരു പൂജ നടത്തുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പള്ളിയാണെന്ന് ചിന്തിക്കണം.
അതിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അയാൾ ഉണ്ടാക്കിയെടുത്തത്. ആരാണ് ഇങ്ങനെ ഇതിനൊക്കെ അനുമതി നൽകുന്നത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല 38 ദിവസം. വിക്ടർ തുടരുക. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ കെ സി വേണുഗോപാൽ MP ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചത് കൊണ്ടാണ് ഇത്രയും പേരെയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ 30 സെക്കൻഡാണ് ഒരു ഭക്തന് അവിടെ തൊഴാനുള്ള അവസരം. അതിനുവേണ്ടിയാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യനെ കാണാനെത്തുന്നത്. ആ അയ്യൻ്റെ സന്നിധിയിൽ നിന്നും ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന രീതിയിൽ അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായ ഭാഷയിൽ ഇത് ഉന്നയിച്ചു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? അല്ല, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ശ്രീ KC വേണുഗോപാൽ ഇന്ന് പാർലമെന്റിലെ വിഷയം അവതരിപ്പിച്ചത്. അദ്ദേഹം വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്കവിടെ ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഉണ്ടാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. കാരണം ഇന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലെ വോട്ടെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഡൽഹിയിൽ നിന്നിവിടെ വന്നത്. ഇത് കോടാനുകോടി ഭക്തരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് KC വേണുഗോപാൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 2019 മുതൽ ആരംഭിച്ച ഈ തീവട്ടിക്കൊള്ള കേരളത്തിലെ ഗവൺമെന്റ് കണ്ടുപിടിച്ചില്ല. കാലാകാലങ്ങളിൽ അധികാരത്തിലിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കണ്ടുപിടിച്ചില്ല. പക്ഷെ ഇത് കണ്ടുപിടിച്ചത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ്ങാണ്. ശബരിമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വിജിലൻസ് സെല്ല് ഹൈക്കോടതി രൂപീകരിച്ചിട്ടുണ്ട്. ആ വിജിലൻസ് സെല്ലാണ് ഇത് കണ്ടുപിടിച്ചത്. ഇപ്പോ ഏതാണ്ട് 6ഓളം ആളുകൾ പൂജപ്പുര സെൻട്രൽ ജയിലിലും മറ്റ് വിവിധ സെൻട്രൽ ജയിലുമാണ് കിടക്കുന്നത്. ഏതാണ്ട് 50 കോടി രൂപ വിലയുള്ള ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പടിയും കട്ടളപ്പടിയുമാണ് ഇളക്കിക്കൊണ്ടുപോയത്. ശ്രീ രമേശ് ചെന്നിത്തല വളരെ പരസ്യമായി പറഞ്ഞു, ഏതാണ്ട് 500 കോടി രൂപ മോഹവിലയുള്ള ഈ 50 കോടി വിലപിടിപ്പുള്ള സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ അധോലോക നായകന്മാർക്ക് കൊണ്ട് കാഴ്ചവെച്ച് പുരാവസ്തു ശേഖരിക്കുന്ന ഒരു വിദഗ്ധ സംഘത്തിനാണ് ഇത് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മൂല്യം ഏതാണ്ട് 500 കോടിയോളം വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതിയാണ് SITയെ ചുമതലയേൽപ്പിച്ചത്. ഹൈക്കോടതിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തത്. പക്ഷേ 2 ഉന്നതന്മാരായ നേതാക്കന്മാർ അകത്തായതോടുകൂടി ഇനി അന്വേഷണം പോകേണ്ടത് ഉന്നതന്മാരിലേക്കാണ്. കടകംപള്ളി സുരേന്ദ്രൻ അതിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി അതിൽ വരും. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറിയ ശ്രീ ജയകുമാറിന് തൊട്ടുള്ള മുമ്പുള്ള പ്രസിഡന്റും അതിൽ വരും. അപ്പൊ സ്വാഭാവികമായി വൻ തോക്കുകളാണ് ഇതിനകത്തുള്ളതെന്നും അവരെ പിടിക്കണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് നിയോഗിച്ചതെങ്കിലും നമുക്കറിയാം പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണ്. ഒരു ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും സമ്മർദ്ദം ചെലുത്തി ആ അന്വേഷണം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇന്നുകൂടി കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയും. അതോടുകൂടി ഒരു ആശ്വാസം അവർക്ക് കിട്ടും. ഇന്ന് ഒരു മുൻ ദേവസ്വം മന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്താൽ, ചോദ്യം ചെയ്താൽ അത് പാർട്ടിക്ക് പിന്നെ അപമാനകരമായ അവസ്ഥ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താണ് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. അതുകൊണ്ട് KC വേണുഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒരു നല്ല കാര്യമാണ്. മാത്രമല്ല കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല കോടീശ്വരന്മാരും അവരുടെ ബിസിനസ്സിലെ ഒരു സൈലന്റ് പാർട്ണറായി അയ്യപ്പനെ എടുത്തിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഒരംശം അയ്യപ്പന്റെ ഷെയർ ശബരിമലയിലെ വഞ്ചിയിലും അവിടെ കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്കും ഒക്കെ കാഴ്ചവെക്കുകയാണ്. കോടാനുകോടി അഴിമതിയാണ് ഈ ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും കട്ടളപ്പടിയും കൂടാതെ ശബരിമലയിൽ നടത്തിക്കുന്നത്. സമാനമായ ഒരു സംഭവം ലോകത്തൊരിടത്തും നടന്നു കാണില്ല. പണ്ട് നമുക്കറിയാം റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലത്ത് 5000-ത്തിലധികം പള്ളികൾ കൊള്ളയടിച്ചു. അന്ന് വിപ്ലവത്തിന് വേണ്ടി പണം ഉണ്ടാക്കാനാണ് കൊള്ളയടിച്ചതെന്നാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. റഷ്യ കഴിഞ്ഞാൽ
പിന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഈ ശബരിമലയിലാണ് നടന്നത്. അതിലെ മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ സിറ്റിന്റെ അന്വേഷണത്തിന് സാധിക്കും, ഗവൺമെന്റ് ഇടങ്കോലിട്ടില്ലെങ്കിൽ. യെസ്, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. വിക്ടർ, അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെ ഈ ഗവൺമെൻറ് ഇടങ്കോലിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തും. മുൻപ് ഇപ്പോൾ ഇതിനു മുന്നേ കെ ജയകുമാറിന് മുമ്പുണ്ടായിരുന്ന പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ കടകംപള്ളി അടക്കം അകത്താക്കുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ബിനു, അതല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഇടങ്കോൽ ഇട്ടില്ലെങ്കിൽ നല്ല ഇടങ്കോൽ ഇട്ട് വച്ചേക്കുവാണ്. ഇനി ആ കോല് വലിച്ചൂരി എടുത്താൽ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു വിക്ടർ തുടരുക. KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ നെയ്യാറ്റിൻകര സനൽ, ഇപ്പോൾ പാർലമെൻറ്റിൽ KC വേണുഗോപാൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് പ്രതികളെ CPM സംരക്ഷിക്കുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമായ SIT ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അറസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല എന്നതടക്കം അദ്ദേഹം വളരെ വ്യക്തമായി അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചു. എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലമുള്ള നേതാക്കന്മാർ എല്ലാവരും ശബരിമലയിലെ സാധന സാമഗ്രികൾ മുഴുവനും, സ്വർണം മാത്രമല്ല ഇനി എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല, അവിടുത്തെ സ്വത്ത് മുഴുവനും കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. ജനത്തെ സംബന്ധിച്ചിടത്തോളം ജനതിനകത്ത് വളരെയേറെ പ്രയാസത്തിലാണ്. ആരാധനാലയങ്ങൾക്ക് പോലും ഒരു വിശ്വാസമില്ലാത്ത തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ നേരിട്ടിറങ്ങി അവ കട്ടുകൊണ്ടുപോയി ആ വിശ്വാസി സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു നിലപാടിന് സർക്കാർ കൂടെ കൂട്ടുനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇനി ഈ അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങളായില്ല. ഇനിയും ഇതിനകത്ത് ചുരുളുകൾ അഴിയാനുണ്ട്. ധാരാളം ആളുകൾ ഈ രംഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർലമെന്റിൽ ബഹുമാനനായ ശ്രീ KC വേണുഗോപാലും ശ്രീ ഹൈബീഡനും ഒക്കെ സൂചിപ്പിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്, ഇനിയുമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ ഒത്തുകളിയാണെന്ന്. യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ വെല്ലുവിളി, ഇതിൽ കൂടുതൽ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ട് ഈ ആളുകൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ പൊതുസമൂഹം അത് ആഗ്രഹിക്കുന്നത് അതാണ്. കാരണം വിശ്വാസി സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളി ഉണ്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കാലം മുതൽ ആ പ്രവണത തുടർന്നു വരികയാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശം മുതൽ ഇപ്പോഴുള്ള സ്വർണ്ണക്കൊള്ള വരെ അതിന്റെ ഒരു തുടർച്ചയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ദൈവാരാധനയിലും ദൈവവിശ്വാസത്തിലും ഒന്നും താല്പര്യം കാണിക്കാത്ത ഒരു പാർട്ടി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണാധികാരികളായി വരുമ്പോൾ ദേവസ്വം ബോർഡുകൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കും ഒന്നും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതിനെതിരെ അടിയന്തരമായി ഗവൺമെന്റ് ജനങ്ങളോട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇനി ഇതിനകത്ത് പിടികിട്ടാനുള്ള ആളുകളെ മുഴുവനും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ നെയ്യാറ്റിൻകര സനൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വിക്ടർ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം ഇത് സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതു തരത്തിൽ പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണ്. BJP ഇക്കാര്യത്തിൽ മൗനം ആണ്. ആ മൗനം ദുരൂഹമെന്നും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പത്മകുമാറിലേക്കും അതോടൊപ്പം തന്നെ വാസുവിലേക്കും എത്തി അന്വേഷണം മെല്ലെപ്പൊക്ക് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന രീതിയിൽ സംശയം ഉയരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ഇന്നിപ്പോൾ പാർലമെൻറ്റിലടക്കം ചർച്ചയായി. ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ മോഷ്ടിച്ച് കടത്തി 30 സെക്കൻഡാണ്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ VT ബൽറാം, KC വേണുഗോപാൽ MP ഇന്ന് പാർലമെൻറ്റിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അവതരിപ്പിച്ചു. വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നടക്കം അദ്ദേഹം വളരെ വിശദമായി തന്നെ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതിനെ എങ്ങനെ കാണുന്നു? ആണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. കാരണം കേരളത്തിലെ നിരവധി ലക്ഷക്കണക്കിനായിട്ടുള്ള വിശ്വാസികൾ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലും ഉടനീളമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ ഇപ്പൊ ഇത് ഉയർന്നു വന്നിരിക്കുന്നത്.
പക്ഷേ അതിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇത് വഴിമുട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ ഇപ്പൊ മെല്ലെ മെല്ലെ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം, ഒരു സ്വതന്ത്ര ഏജൻസി നടത്തുന്ന ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നത്. അത് ദേശീയ ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശ്രീ കെ സി വേണുഗോപാൽ തന്നെ ഇന്നത് പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടി കടന്നു വന്നത്. ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു നടപടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കൊള്ള നടക്കുന്നത് മുഴുവനായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന് മുൻപ് അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM-ന്റെ ആളുകൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു കൊള്ള എന്ന നിലയ്ക്ക് അതിലെ പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കം ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണം ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടക്കണം. മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചകരെ അല്ലെങ്കിൽ പങ്കുപറ്റിയ മുഴുവൻ ആളുകളെയും നിയമത്തിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് പോലും രണ്ടഭിപ്രായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവരെ സംരക്ഷിക്കുന്ന ആളുകൾ ഒഴിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് ഇപ്പോ അവരുടെ സ്വന്തം കൊള്ളയുടെ മേനി നടിക്കുകയാണ്. ഞങ്ങളാണ് പ്രതികളെ പിടിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത്, അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പ്രതിയെ പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ പ്രതികളെ പിടിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾ നോക്കുകയായിരുന്നു. അത് കോടതിയുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അന്വേഷണങ്ങളും അല്ലെങ്കിൽ അതിന്റെ നടപടികളിലേക്ക് പോകുമ്പോഴാണ് ഇപ്പൊ CPM-ന്റെ ഉയർന്ന നേതാക്കന്മാർ, മുൻ MLA അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ കുറ്റമറ്റ ഒരു അന്വേഷണം ഉണ്ടാവണം. കൂടുതൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. അതുകൊണ്ടാണ് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഏജൻസി ആവണം ഇത് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നത്.